എല്ലാവർക്കും ഹയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗ്രിൽഡ് ഫിഷ്. അതിനായിട്ട് എടുത്തിരിക്കുന്നത് ചെമ്പല്ലിയാണ്. ചില സ്ഥലങ്ങളിൽ വെളമീൻ എന്നും പറയും. ആദ്യം മീൻ കട്ട് ചെയ്യാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. എല്ലാ വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തവർക്ക് വളരെയധികം നന്ദിയുണ്ട്. അരികിലെ മുള്ളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ചെതുമ്പല് കളയാം. ഞാനിവിടെ ചെത്തിയാണ് കളയുന്നത്. അതറിയാത്തവർക്ക് ചീകി കളഞ്ഞാൽ മതി. അതിനുശേഷം വയറ് കട്ട് ചെയ്ത് ഉള്ളി ക്ലീൻ ആക്കുക. ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അടുത്തത് ഇതേപോലെ കത്തി കൊണ്ട് ആഴത്തിൽ വരയുക. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാം. ടേസ്റ്റ് കൂടുമല്ലോ എന്ന് കരുതി അമ്മിയിലാണ് അരയ്ക്കുന്നത്. ഇതില്ലാത്തവർ മിക്സിയിൽ അരച്ചാലും മതി. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 3 പച്ചമുളക്, 10-12 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല, 10 ചെറിയുള്ളി, 1 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം. നമുക്ക് അരച്ചു തുടങ്ങാം. അതരച്ചതിന് ശേഷം 1 തക്കാളി ചെറുതാക്കി മുറിച്ചത് കൂടി ചേർത്ത് അരയ്ക്കുക. അര ടീസ്പൂൺ കസൂരി മേത്തി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.25 ടേബിൾ സ്പൂൺ ഉപ്പ്. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കുറയ്ക്കാം. 1/2 ചെറുനാരങ്ങയുടെ നീര്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. അതെല്ലാം കൂടി ചേർത്ത് കുഴയ്ക്കുക. ആ അരപ്പിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മീനിലേക്ക് അരപ്പ് നന്നായി തേച്ച് പിടിപ്പിക്കാം. വരഞ്ഞ വിടവിലേക്കൊക്കെ മസാല നന്നായി ചെല്ലണം. അപ്പോൾ മസാല നന്നായി തേച്ച് പിടിപ്പിച്ചു. ഇനി ഇത് പൊതിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട് വാഴയിൽ നിന്നൊരു നാര് കീറിയെടുക്കാം. വാഴയില കൊണ്ട് നന്നായി പൊതിഞ്ഞ് കെട്ടിവെക്കുക. രണ്ട് സൈഡും നല്ല പോലെ മടക്കി കെട്ടിവെക്കണം. മസാല നന്നായി മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ മാറ്റി വയ്ക്കാം. വീടിൻ്റെ 3ാം നിലയിലെ കൃഷീൻ്റെ അടുത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോഴത്തേക്കും മഴ പെയ്തു തുടങ്ങി. ഇനി മഴ മാറിയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം. ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബാർബിക്യൂ സ്റ്റാൻഡിൽ ചാർക്കോൾ നിരത്തിയിടുക. അതിൻ്റെ മുകളിൽ ചിരട്ട വെച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് തീ കത്തിക്കുക. അപ്പോൾ ചിരട്ടയ്ക്ക് തീ പിടിച്ചു, കനൽ റെഡിയായി തുടങ്ങി. വാഴയിലയിൽ പൊതിഞ്ഞ് മാറ്റി വെച്ച മീൻ പുറത്തെടുക്കാം. അപ്പോൾ മസാലയൊക്കെ മീനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്.
ഇനി അത് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ കനൽ റെഡി ആയിട്ടുണ്ട്. മീൻ ഇനി ബാർബിക്യൂ സ്റ്റാൻഡിൽ വെക്കാം. വളരെ സൂക്ഷിച്ച് വേണം മീൻ വെക്കാൻ. മീൻ വെക്കുന്നതിന് മുമ്പ് ഗ്രില്ലിൽ ഓയിലോ എന്തെങ്കിലും ബട്ടറോ ബ്രഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മീൻ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ 5-6 മിനിറ്റ് കഴിയുമ്പോൾ മീൻ തിരിച്ചിടാം. വലിയ മീനായതുകൊണ്ട് മറിച്ചിടുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ മീനിൻ്റെ ദശ ഇളകും. മീനിൻ്റെ ഒരു വശം ഞാൻ നന്നായി മൊരിയിച്ചാണ് എടുത്തത്. അതാകുമ്പോൾ വീട്ടിലെ മറ്റംഗങ്ങൾക്ക് അവർക്കിഷ്ടമുള്ളതുപോലെ കഴിക്കാം. അപ്പോൾ സ്വാദിഷ്ടമായ ഗ്രിൽഡ് ഫിഷ് റെഡിയായി. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്